എന്താണ് ഫോറക്സ് മാർക്കറ്റ്? എന്താണ് ഫോറക്സ് മാർക്കറ്റിന്റെ ബെനിഫിറ്റ്? എങ്ങനെ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം? ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ ഫോറക്സ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് സീരീസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഫോറക്സ് മാർക്കറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് നോക്കാം. കറൻസീസ് വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഫോറക്സ് മാർക്കറ്റ്. ഇവിടെ ഇൻഡിവിജ്വൽസ്, ബാങ്ക്സ്, ഗവൺമെന്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. ഒരു കറൻസി കൊടുത്ത് മറ്റൊരു കറൻസി വാങ്ങുന്നതിനെ ട്രേഡിംഗ് എന്ന് പറയുന്നു. കൂടുതലായി ട്രേഡിംഗ് നടക്കുന്ന കുറച്ച് കറൻസീസ് എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. യൂറോ USD, GBP USD, USD JPY, AUD USD, USD CHF. രണ്ട് കറൻസീസ് ചേർന്നാണ് ഒരു കറൻസി പെയർ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ആയിട്ട് യൂറോ USD. ഒരു യൂറോ കൊടുത്ത് ഒരു USD വാങ്ങുന്നു. ഇവിടെ യൂറോ ബേസ് കറൻസിയും USD കോഡ് കറൻസിയുമാണ്. രണ്ടാമതായിട്ട് USD ചേർന്ന് വരുന്ന പേഴ്സ് എല്ലാം മേജർ കറൻസീസ് ആയിരിക്കും. കറൻസീസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എക്കോണമിക്, പൊളിറ്റിക്കൽ, എൻവയോൺമെന്റൽ ബേസിലായിരിക്കും ഉണ്ടാകുക. ഇങ്ങനെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിന്റെ ബേസിലായിരിക്കും ഒരു ട്രേഡ് എടുക്കാനുള്ള ട്രേഡ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വോളിയം ബേസ് നോക്കാനാണെങ്കിൽ പെർ ഡേ 5 to 6 ട്രില്യൺ ടേൺ ഓവർ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് നടക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഫോറക്സ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് എന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ്, ട്രേഡേഴ്സ്, കോർപ്പറേഷൻസ്, ഗവൺമെന്റ്സ്, സെൻട്രൽ ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇതിൽ കൂടുതൽ ലിക്വിഡിറ്റി കൊണ്ടുവരുന്നത് സെൻട്രൽ ബാങ്ക്സും കൊമേഴ്ഷ്യൽ ബാങ്ക്സുമാണ്. ഇനി ഫോറക്സ് മാർക്കറ്റിന്റെ കുറച്ച് ബെനിഫിറ്റ് നോക്കാം. ഫോറക്സ് മാർക്കറ്റിലേക്ക് കൂടുതലായിട്ട് ആൾക്കാർ വരാൻ കാരണം ടൈം ബെനിഫിറ്റ് ആണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അപേക്ഷിച്ച് മൺഡേ ടു ഫ്രൈഡേ 24/5 ട്രേഡ് ചെയ്യാൻ ഫോറക്സ് മാർക്കറ്റിൽ പറ്റും. ഒരു ദിവസം 24 hours ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഇന്ത്യൻ മാർക്കറ്റിലെ പോലെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺസ് നമുക്കിവിടെ പ്രോബ്ലം ആയിട്ട് വരുന്നില്ല. അടുത്തൊരു ബെനിഫിറ്റ് ആണ് ലിവറേജ്. എന്താണ് ലിവറേജ് എന്നറിയാത്തവർക്ക്, ബ്രോക്കർ നമുക്ക് തരുന്ന മാർജിൻ മണിയാണ് ലിവറേജ്. ചെറിയ എമൗണ്ട് ഉപയോഗിച്ച് വലിയ ട്രേഡ് ചെയ്യാൻ ഇതിനെ കൊണ്ട് പറ്റും. അതേപോലെ നല്ലൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും നഷ്ടം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണമായി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു $100 ഉണ്ട് എങ്കിൽ എനിക്കൊരു 5000 രൂപയിലുള്ള ട്രേഡ് അല്ലെങ്കിൽ ഒരു 10,000 രൂപയിലുള്ള ട്രേഡ് എനിക്ക് എടുക്കാൻ പറ്റും. ഈ ചാർട്ടിൽ കാണുന്ന പോലെ 1:1, അതായത് 100 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് 100 രൂപയുടെ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ബ്രോക്കർ 1:10 ഒരു 50, നോർമലായിട്ട് ഒരു 150 ആ ലെവൽസിലേക്ക് നമുക്ക് മാർജിൻ കിട്ടും. അത് കൂടുതലും കിട്ടും. ഇപ്പോൾ 50 എടുക്കലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ $100 ഉള്ളത്, 50 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലിവറേജ് എന്ന് വിചാരിക്കാം. അപ്പോൾ 100 × 50 5000 രൂപ. അപ്പോൾ 5000 രൂപയുടെ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 100 രൂപ മാർജിൻ മതി. അപ്പോൾ ആ രീതിയിലുള്ള ട്രേഡ്സ് എടുക്കാൻ വേണ്ടി ചെറിയ എമൗണ്ട് നമുക്ക് മതി. ഫോറക്സ് മാർക്കറ്റിന്റെ ഇൻട്രസ്റ്റിംഗും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് പ്രൊപ്രൈറ്ററി ട്രേഡിംഗ്. ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ പ്രൊപ്രൈറ്ററി ഫേംസ് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള പണം നൽകുന്നുണ്ട്. മിനിമം $5000 മുതൽ $1,00,000 മുകളിൽ നമുക്ക് ക്യാപിറ്റൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തരുന്ന ക്യാപിറ്റൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന്റെ ഒരു 80% വരെ നമുക്ക് പ്രോഫിറ്റ് സ്പ്ലിറ്റ് ആയിട്ട് തരുന്നുണ്ട്. എങ്ങനെ ഈ ക്യാപിറ്റൽ അച്ചീവ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് സീരീസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫോറക്സ് ഇന്ത്യയിൽ ലീഗലാണോ അല്ലയോ എന്ന് കുറെ പേർക്ക് സംശയമുണ്ട്. ഫോറക്സ് ഇന്ത്യയിൽ ലീഗലാണ്. RBIയുടെ ഗൈഡ് ലൈൻ വരുന്ന ഫെമ ആക്ടിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യലാണെങ്കിൽ മാത്രമേ നമുക്ക് ഫോറക്സിന്റെ ബേസിൽ നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടുള്ള ഫോറക്സിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് പുറത്തുനിന്നുള്ള. അപ്പോൾ അതുമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും. അതേപോലെ ഫണ്ട് ആഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്രോക്കർ അക്കൗണ്ടിൽ ഫണ്ട് ആഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഇന്ത്യയിൽ ഫോറക്സ് മാർക്കറ്റിനെ RBI കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള പൈസ പുറത്തേക്ക് പോകണ്ടെന്നുള്ള രീതിയിലാണ് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്തത്. ഇന്ത്യൻ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോ ഇട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നോക്കുന്നുണ്ടാകുക. ഒരു ബ്രോക്കർ എങ്ങനെ ചൂസ് ചെയ്യാം, എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഫണ്ട് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളായിരിക്കും നോക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഫണ്ടർ അക്കൗണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.